നമസ്കാരം. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു ഇന്ന്. അതിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കിച്ച ചില മണ്ഡലങ്ങളുടെ വിശദാംശങ്ങളോ സ്ഥാനാർത്ഥികളോ ഇല്ല. നമ്മൾ സാധാരണയായി പ്രതീക്ഷിച്ച ചില സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതിൽ ലിസ്റ്റിലുള്ളത്. മറ്റൊന്ന്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയുമായി ഇന്നത്തെ ദിവസം മുന്നോട്ട് വരുമ്പോൾ ഇനിയും കോൺഗ്രസിൻ്റെ ഇത് പൂർത്തിയാകാനുണ്ട്. അവരുടെ തർക്കങ്ങൾ ഇനിയും തീർന്നിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. CPM-ഉം CPI-യും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് ഇനിയും ആ പട്ടിക പൂർത്തീകരിക്കാൻ വൈകുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചു എന്ന അഡ്വാൻറ്റേജ് CPM-നുണ്ടെങ്കിലും അതേ തുടർന്നുണ്ടായ ചില പൊട്ടിത്തെറികൾ ഇന്ന് ആ പാർട്ടിയും മുന്നണിയും ഒരേപോലെ നേരിടുന്നു. തളിപ്പറമ്പ് എന്ന മണ്ഡലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് TK ഗോവിന്ദൻ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിക്ക് പുറത്താണിപ്പോൾ. അദ്ദേഹം ആരുടെയും പിന്തുണ സ്വീകരിച്ച് UDF-ന്റെ പിന്തുണ സ്വീകരിച്ച് താൻ മത്സരിക്കും എന്ന് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇന്ന് പാർട്ടി ജില്ലാ നേതൃത്വം അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 48 മണിക്കൂർ പിന്നിടുമ്പോൾ ആദ്യ ലാപ്പിൽ ആരാണ് മുന്നിൽ, അവരുടെ പേസ് എത്രത്തോളമാണ് എന്നാണ് ഇന്ന് പരിശോധിക്കുന്ന നമ്മുടെ അതിഥികളായി ദാമോദർ പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ ജയരാജ്, കോൺഗ്രസ് വക്താവ് റോണി K ബേബി എന്നിവർ. ആദ്യം റോണിയിലേക്ക്. റോണി, ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു, ലീഗിന്റെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എത്രമാത്രം എക്സൈറ്റിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ന് വൈകിട്ട് 6 മണി വരെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഏതൊക്കെയാലും CPM-ന്റെ നേതാക്കളും BJP-യുടെ നേതാക്കളും ഒക്കെ ചർച്ചകളിൽ വന്നിരുന്ന് ചോദിക്കുമായിരുന്നു എവിടെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഏതൊക്കെയാലും അവര് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ അവര് കാണിക്കുന്ന ആശങ്ക, അവരുടെ ആ ബുദ്ധിമുട്ട്, അതേതൊക്കെയാലും പരിഹരിക്കപ്പെട്ട് കോൺഗ്രസ് ഞങ്ങളുടെ 55ഓളം സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് 2 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ പകുതിയിലേറെ സീറ്റുകളിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി, മറ്റ് ഒരു പരിഗണനയും ഇല്ലാതെ വളരെ കൃത്യമായി തന്നെ ദേശീയ നേതൃത്വം വളരെ സസൂക്ഷ്മം ഓരോ നിയോജകമണ്ഡലങ്ങളും പരിശോധിച്ച് വിലയിരുത്തൽ നടത്തി ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഒരു 40ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം അത് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാലും അന്തിമവട്ട ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ട് നാളെ ബാക്കി സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വരും. ഏതൊക്കെയാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് റോണി, സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് ഒട്ടുമിക്ക പേരുടെയും. ഇതിലെന്ത് പുതുമയാണുള്ളത്? ഈ പട്ടിക പ്രഖ്യാപിക്കാൻ എന്തിനാണ് ഈ 2 ദിവസം കാത്തിരുന്നത് നിങ്ങൾ? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ തെരഞ്ഞെടുപ്പാണ്. കാരണം 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അധികാരത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ട്, കാരണം കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തിന്റെ ചിന്തകന്മാർ തന്നെ, ബുദ്ധിജീവികൾ തന്നെ, സാംസ്കാരിക നായകർ തന്നെ, സാഹിത്യ അക്കാദമിയുടെ സച്ചിദാനന്ദനെ പോലെയുള്ള ചിന്തകന്മാർ പോലും, സാംസ്കാരിക നായകർ പോലും കേരളത്തിൽ ഒരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വരരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തരത്തിലുമുള്ള ഒരു വീഴ്ച ഞങ്ങളുടെ ഭാഗത്തുണ്ടാകരുത്. ജനങ്ങളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നാകെ ഇനി എന്താണ് പിണറായി വിജയനെ വോട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ പോലും നിങ്ങൾ എവിടെയെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര സ്ഥാനാർത്ഥികൾക്ക് നോക്കുക. ഇപ്പോഴും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ടില്ല. BJP-യുടെ പോലും ഇന്നലെ 48 സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിൽ ഇനിയും 90 മണ്ഡലങ്ങളിൽ BJP-യുടെ സ്ഥാനാർത്ഥികൾ വരുവാനിരിക്കുക. ഇവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെ, കേരള കോൺഗ്രസ് ജോസഫ് ഉൾപ്പെടെ അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ 100 സീറ്റുകളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അണിനിരത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു 40 ഏതൊക്കെയും മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം. ഇതുപോലൊരു ചരിത്രം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുമോ? കൃത്യമായി തെരഞ്ഞെടുപ്പ്, കാരണം ഞങ്ങൾക്ക് ജനാധിപത്യ പാർട്ടിയാണ്. ഇപ്പോൾ വേണം CPM-ന് വേണമെങ്കിൽ പറയാം, അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു, അരമണിക്കൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ലോക്കൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ സംസ്ഥാനത്തിനകത്ത് മാത്രം ഇരിക്കുന്ന ഒരു പാർട്ടിക്ക് ചിലപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം. പക്ഷെ ഞങ്ങളുടെ അങ്ങനെയല്ല. ഞങ്ങൾ DCC പ്രപ്പോസൽ നൽകി, KPCC തെരഞ്ഞെടുപ്പ് ഇവിടെ, പിന്നെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മിറ്റി വന്നു. ഫൈനൽ ബോഡി എന്ന് പറയുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്. പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് റോണി പറഞ്ഞത് എങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം പട്ടിക, ഇങ്ങനെയാണ് സതീശൻ പറഞ്ഞത്. എവിടെ
ഞാൻ പറയാം, ഇവിടെയുള്ള 3 മുന്നണികളില് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥി തന്നെ പ്രോസസ് ആരംഭിച്ചതാണ്. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പകുതിയോളം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഞങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് വളരെ കൃത്യമായി തന്നെ 3-4 തവണ ദേശീയ ഏജൻസികൾ അല്ലെങ്കിൽ പാർട്ടി നിയോഗിച്ച ഏജൻസികൾ ഓരോ നിയോജകമണ്ഡലത്തിലും ആയിരക്കണക്കിന് സമ്മതിദായകരെ നേരിൽ കണ്ട് പരിശോധിച്ച് അവർക്ക് അഭിപ്രായം കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൃത്യം. അപ്പൊ നമുക്ക് എടുത്തിയാടി ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അത് വോട്ടർമാർ വലിയ പ്രതീക്ഷയാണ് ഞങ്ങളിൽ നിന്നും അർപ്പിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷകളെ ഒരു തരത്തിലും അവരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ ഞങ്ങളുടെ അപ്പൊ പ്രതീക്ഷയുടെ അമിതഭാരമാണ് വോട്ടർ പട്ടിക വൈകുന്നതിന് പിന്നിലാണ് റോണി പറയുന്നത്. ശ്രീ ജയരാജ്, ഇപ്പോൾ CPM-നെ സംബന്ധിച്ചും CPI-യെ സംബന്ധിച്ചും അവർ നേരത്തെ വോട്ടർ പട്ടിക സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കി. ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നു. നോക്കൂ, സീറ്റ് കിട്ടാത്ത ഒരാൾ CPI-യിൽ നിന്ന് BJP-യിൽ പോകുന്നു. ഇവിടെ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പുറത്തു വന്ന് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് അതിൻ്റെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ ബന്ധുനിയമനം നടത്തിയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. സംസ്ഥാന സെക്രട്ടറി തന്നെ അഴിമതി ആരോപണം അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നു. വലിയ പ്രശ്നമാണ്. അദ്ദേഹത്തിൽ നിന്ന് പാർട്ടിക്ക് പുറത്താക്കേണ്ടി വന്നു. അപ്പോൾ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൈവിടുകയാണോ CPM? തീർച്ചയായും അല്ല. ഇത്തരത്തിലുള്ള ഡിസിഡൻസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ഐഡിയോളജിക്കലായിട്ടുള്ള ഡിസിഡൻസ് ആയിരുന്നെങ്കിൽ ചിലതൊക്കെ പാർട്ടി അച്ചടക്കം നിഷേധിച്ചായിട്ടുള്ള ഇപ്പോൾ ഡയറക്റ്റായിട്ട് വരുന്നത് ഈ പാർലമെന്ററി വ്യാമോഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളാണ്. ഈ ഗോവിന്ദൻ്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഭാര്യ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, പലതവണ മത്സരിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്, പല ജനകീയ മേഖലകളിലും അവർ മത്സരിച്ചിട്ടുണ്ട്, രമണി. അപ്പോൾ ഇതിനകത്ത് ആരോപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദ മാസ്റ്ററിൻ്റെ ഭാര്യ മത്സരിക്കുന്നതെന്നുള്ളത്. ഗോവിന്ദ മാസ്റ്ററിൻ്റെ ഭാര്യ എന്ന് പറയുന്നതിന് മുമ്പിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ SFI-യിലൂടെ DYFI-യിലൂടെ ജനാധിപത്യ മഹിളാ അസോസിയേഷനെ വളർന്നു വന്ന ഒരു നേതാവാണ്. ഇപ്പം നമ്മൾ ഹിലരിയെ നമ്മൾ ഒരിക്കലും ബിൽ ക്ലിൻ്റൻ്റെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കാറില്ലല്ലോ. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ സ്ത്രീകൾക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഇല്ലേ? ഇപ്പൊ ഐശ്വര്യ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണുന്ന പോലെ ശ്രീ ജയരാജ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണുന്ന പോലെ ഭാര്യയെ മത്സരിപ്പിച്ച് ഭർത്താവ് ഭരിക്കുന്നു, ആ അർത്ഥത്തിലല്ല ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അവിടെ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പേര് സുകന്യ എന്നു പേരുള്ള മറ്റൊരു നേതാവിൻ്റെതാണ്. അപ്പോൾ ആ പേര് മുമ്പോട്ട് പോകാതെ ഈ ഒരു പേരിലേക്ക് ഒതുക്കി ഈ എതിർപ്പ് ഉയർത്തുന്നവരുടെ വാദം, ഇപ്പോൾ TK ഗോവിന്ദൻ തന്നെ വാദം, ഈ പറയുന്ന ശ്യാമളയെ വേണമെങ്കിൽ മട്ടന്നൂർ മത്സരിച്ചോട്ടെ, തളിപ്പറമ്പിൽ മത്സരിച്ചാൽ തിരിച്ചടി ഉണ്ടാവും, തോൽക്കും. കാരണം ആന്തൂർ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയ ആളാണ്, അതിവിടെ മത്സരിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയമായ കാരണം ഉന്നയിച്ചുകൊണ്ടാണ് എതിർപ്പ്. അത് രാഷ്ട്രീയമായൊരു കാരണമല്ല. ഗോവിന്ദന് നേരത്തെ മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ഓരോരോ കാരണം. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്തിനാണ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്? എന്തിനാണ് സുധാകരൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്, എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു പൊതുമരാമത്ത് മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിനെയും സ്ഥാപിത താല്പര്യങ്ങൾ പിടികൂടുകയും അദ്ദേഹം 6 തവണ മത്സരിക്കുകയും. ശരി, ജയരാജിലേക്ക് വരാം. ശ്രീ ദാമോദർ വേണമെങ്കിലും മത്സരിച്ചോളാം. ഓക്കെ, ജയരാജ് തുടരൂ പ്ലീസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുട്ടനാട്ടിൽ വേണമെങ്കിലും മത്സരിച്ചോളാം എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നത് അതിൽ നിന്ന് നല്ല വ്യക്തമായിട്ടല്ലേ, എവിടെയെങ്കിലും ഒന്ന് മത്സരിക്കണം, വീണ്ടും അധികാര സ്ഥാനത്തിൽ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 2 ടേം കൂടുതൽ മത്സരിച്ചിട്ടുള്ള ആളുകൾ ഇത്തവണ വളരെ ഫ്യൂ എക്സെപ്ഷൻസേ കൊടുത്തുള്ളൂ. ഒന്ന് ഈ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷണിതാവായിട്ട് വൃന്ദ കാരാട്ടിന് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ സെലക്റ്റീവ് ഫ്യൂ ആൻഡ് എറിഡിറ്റ് ഫ്യൂ എന്ന് പറയുന്ന കണക്കുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ഇത് കൊടുത്തിരിക്കുന്നത്, എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നവരാണ്. സിറ്റിംഗ് MLA-മാരെല്ലാവരും മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇല്ല. അതിൻ്റെ കാരണങ്ങളും കൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ക്ഷേമ പദ്ധതികളാണ്. പെൻഷൻ പദ്ധതികൾ പോലുള്ള ക്ഷേമ പദ്ധതികൾ, സൗജന്യ വിദ്യാഭ്യാസം, ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം പോലുള്ള പദ്ധതികൾ, സൗജന്യ ചികിത്സാ പദ്ധതികൾ, ഭവന പദ്ധതികൾ, ഇതെല്ലാം പദ്ധതികളിലൂടെ. അതുപോലെ MLA-മാർ അവരവരുടെ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ കിഫ്ബി ഫണ്ട് വഴി വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഈ ഡെവലപ്മെൻറ്റ് രാജ്യം കാണുകയാണ്. ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസ് ആണോ? കോൺഗ്രസിന് എന്ത് പദ്ധതിയാണ് ഇതിന് പകരമായിട്ട് വെക്കാനുള്ളത്? രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞ പോലെ
ചില ഫ്രീബീസ് അല്ല, അത് എന്ത് പദ്ധതിയാണ് ക്രിയേറ്റീവായിട്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ യൂത്തൊക്കെ വെളിയിലേക്ക് പോകുന്നു നമ്മളെല്ലാവരും പറയുന്നു, ബ്രെയിൻ ഡ്രെയിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു. ആ ഒരു സാധനത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ ഉടച്ചു വാർക്കണമെന്നും ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എങ്ങനെ സുദൃഢമാക്കിക്കൊണ്ട് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണമെന്നും തൊഴിലിന് അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണമെന്നും FIUGP പോലുള്ള പദ്ധതികൾ എങ്ങനെ നടപ്പാക്കണമെന്നും വളരെ വ്യക്തമായ ധാരണയോടുകൂടി ഒരു പുരോഗമന കേരളത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടിയാണ്. അത് കഴിഞ്ഞ 10 വർഷത്തെ ക്രെഡൻഷ്യൽസ് എടുത്ത് പരിശോധിച്ചാൽ മതി. ഒരൊറ്റ മന്ത്രിമാർക്കെതിരെയും ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാനോ കൊണ്ടുവരാനോ കഴിയാത്തൊരു പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങൾ, ഇത്തരം ഫാക്ടേഴ്സാണ് ആൻറ്റി ഇൻകംബൻസിക്ക് എതിരായിട്ട് നിൽക്കുന്നത്. ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്തൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് സർവേകളുടെ കണക്ക് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, ഇത്തരം ക്ഷേമ പദ്ധതികളിൽ ഊന്നി നിന്നിട്ടുള്ള വിഷയങ്ങളുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പരസ്പരം പല ഗ്യാങ്ങുകളായിട്ട് 5-6 പേര് മുഖ്യമന്ത്രി ആവാനായിട്ട് കുപ്പായവും കാത്തു നിൽക്കുന്ന ഒരു കോൺഗ്രസ് തമ്മിലടി, പലർക്കും വീണ്ടും ലോക്സഭയിൽ നിന്ന് MLA ആയിട്ട് ഇവിടെ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യ പാർട്ടിയാണ്, വ്യത്യസ്ത അധികാരങ്ങൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് നിങ്ങൾ തമ്മിലടി എന്ന് പറയുന്നത്. CPM-നെ സംബന്ധിച്ച് എന്താണ്? CPM-ൽ ആരാണ് അധികാര കേന്ദ്രം? ഇനി ആ അധികാര കേന്ദ്രത്തിന് ശേഷം മറ്റാരെന്ന ചോദ്യം പോലും വരുന്നില്ല. ഒരു സ്വാഭാവിക പിൻഗാമി എന്ന ആരാണെന്നുള്ളൊരു ഭാവന പോലും ആളുകൾക്ക് മുമ്പിലില്ല. അങ്ങനെയല്ല, അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യ രീതിയൊന്നും അല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് അത്യന്തം ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനമാണ്. പാർട്ടിക്ക് ഓരോ ബ്രാഞ്ച് സമ്മേളനങ്ങളും ചർച്ച ചെയ്ത്, അതിനുശേഷം ലോക്കൽ സമ്മേളനം ചർച്ച ചെയ്ത്, അതിനുശേഷം ഏരിയ സമ്മേളനം ചർച്ച ചെയ്ത്, ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത്, അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, അങ്ങനെ പോകുന്ന ഒരു ഘടനയാണ് പാർട്ടിക്കുള്ളത്. അപ്പോൾ പാർട്ടിയിൽ ഓരോ നേതാക്കന്മാരെ കുറിച്ചും വളരെ കൃത്യമായ വിലയിരുത്തൽ നടത്തും. അല്ലാതെ ഈ പറയുന്ന ശബ്ദങ്ങളൊന്നും നിശബ്ദമാക്കപ്പെടുന്നില്ല, ഉയരുന്ന ശബ്ദങ്ങളെയൊന്നും നിശബ്ദമാക്കപ്പെടുന്നില്ല. നമ്മൾക്ക് മാത്രമേ വിമർശനവും സ്വയം വിമർശനവും ഉള്ളൂ. സ്വയം വിമർശനം നടക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനവും നടത്താറുണ്ട്, തെറ്റ് തിരുത്തൽ നടത്താറുണ്ട്, എവിടെയൊക്കെയാണ് പിഴച്ചതെന്ന് നോക്കാറുണ്ട്, കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ലീഡർ പോയി കഴിഞ്ഞാൽ വേറെ ഏത് ലീഡറാണ്? ഇതിപ്പോൾ ഈ അമൃതാനന്ദമയുടെ മഠമൊന്നും അല്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട ഒരു ഗോഡ്മാൻ പോയി കഴിഞ്ഞാൽ ബാക്കി അങ്ങ് ബിക്കർ ചെയ്യുന്ന ആ രീതിയിലൊന്നും അല്ല. ഇത് വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് അജിംസ് ഇതിനകത്തുള്ളത്. അജിംസ് അത് സൂക്ഷിച്ച് മനസ്സിലാക്കി. ഈ പുറമേ നിന്ന് നമുക്ക് പറയാം കിം ജോ മുങ്ങെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. അത് സ്ഥിരമായി വേറെ ഒന്നും വിമർശിക്കാനില്ലാത്തതുകൊണ്ട് ആളുകൾ വിമർശിക്കുന്നതാണെന്നേ. അങ്ങനെ ഒരു സെറ്റപ്പ്, ഒരാൾ മിണ്ടിക്കഴിഞ്ഞാൽ വേറെ ആരും മിണ്ടാൻ പാടില്ല. നാളെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആർക്ക് വേണമെങ്കിലും വരാം. ഇതിനേക്കാളും വലിയ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്, അവരെ വിമർശിച്ചിട്ടുണ്ട്, അവരെ തിരുത്തേണ്ടടുത്ത് തിരുത്തിയിട്ടുണ്ട്, അവരെ ക്ലിയർ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ മുൻകൈ എടുക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ 10 വർഷം തുടർച്ചയായി ഭരിച്ചു. ഇപ്പോൾ ബംഗാളിലെ ജ്യോതി ബസുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജ്യോതി ബസുവിന് ശേഷമാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടെ വരുന്നത്. ജ്യോതി ബസു മത്സരിക്കാതെ ആയതിനു ശേഷമാണ്. അതുപോലെ നൃപൻ ചക്രവർത്തിയുടെ കാര്യമാണെങ്കിലും മണിക് സർക്കാരിൻ്റെ കാര്യമാണെങ്കിലും എവിടെയെല്ലാം പാർട്ടി അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ തന്നെയാണ് അവലംബിക്കുന്നത്. ഇതിൻ്റെ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത് അതൊരു കെട്ടുറപ്പിൻ്റെ ഭാഗമാണ്. ഇതൊരു കേഡർ പാർട്ടി ആയതുകൊണ്ടാണ് അത്ര സുസംഘടിതമായിട്ടുള്ള ഒരു ഡയലോഗ്സ് അവിടെ നടക്കുന്നത്, ചർച്ചകൾ നടക്കുന്നത്, പാർട്ടി കമ്മിറ്റികളിൽ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ നടക്കുന്നത്. നിങ്ങൾ തന്നെ പലപ്പോഴും ലീക്ക് ഔട്ട് ചെയ്ത് കൊടുക്കാറില്ലേ പല വാർത്തകൾ എങ്ങനെയാണ് ലീക്ക്? അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തേക്ക് വരും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക, അങ്ങനെ അത് സമരസപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് CPIM എന്നും. കോൺഗ്രസിനേക്കാളും അങ്ങേയറ്റം എല്ലാവരും നേതാക്കൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതിയൊന്നും CPM-നകത്തില്ല. അത് ശരി തന്നെയാണ് ആ ഒരു രീതിയിൽ. അല്ലാതെ ഒരുപാട് നേതാക്കന്മാർക്ക് ഇവിടെ കുറവൊന്നുമില്ല. എല്ലാവരും വളരെ ക്ലീൻ ആയിട്ടുള്ള വളരെ നല്ല നേതൃത്വ പാഠമുള്ള നേതാക്കന്മാർ തന്നെയാണ് CPM-ലുള്ളത്. പക്ഷേ അവരെല്ലാവരും ഈ പറഞ്ഞ കണക്കല്ല വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ് തുള്ളി പറഞ്ഞ് നടക്കാറൊന്നുമില്ല. അവർക്ക് പറയേണ്ടുന്ന വേദികളിൽ അവരെ നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ വ്യാപൃതരാവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത് മറ്റൊരു പാർട്ടിയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശ്രീ ദാമോദർ പ്രസാദ്, ഇവിടെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നൊരു അഡ്വാൻറ്റേജ് LDF-നുണ്ട്, CPI ആവട്ടെ CPM ആവട്ടെ. പക്ഷേ ആ അഡ്വാൻറ്റേജ് കളഞ്ഞു കുളിച്ചോ ഈ ഡിഫെക്ഷൻ നടക്കുന്നതിലൂടെ? ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഡിഫെക്ഷൻ ഒന്നുമല്ല. LDF-ലെ എത്ര MLA-മാരായിരുന്നവർ പാർട്ടി മാറിയിട്ടുണ്ട്, BJP-യിലേക്ക് പോയിട്ടുണ്ട് LDF-ൽ നിന്ന്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കോൺഗ്രസ്സിന് ഇപ്പോഴും അവരുടെ തർക്കമുള്ള സീറ്റുകൾ അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് എന്തിൻ്റെ ലക്ഷണമാണ്? സതീശൻ്റെ ഈ മിഷൻ 2026 പാളുകയാണ്. CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം
നേരത്തെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നൊരു പുതിയ കാര്യമല്ല. കാര്യം അതിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് അവർക്ക് നേരത്തെ പ്രഖ്യാപിക്കാവുന്നൊരു സംവിധാനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഈ 55 ലിസ്റ്റ് തന്നെ ഇത്ര സമയത്ത് നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ അതിശയമാണ്. സതീശൻ അങ്ങനെയൊക്കെ ഒരു ആശയപരമായിട്ട് പുതിയ കാര്യം വെച്ചു. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റേതായ ഒരു പാരമ്പര്യ സ്വഭാവം, അതിന് വ്യത്യസ്തമായി പ്രതികരിച്ചെങ്കിൽ നമുക്ക് വേറൊരു കോൺഗ്രസ് ഉണ്ടായെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളും ചരിത്രപരമായ പാരമ്പര്യമൊക്കെ അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ അത് സ്വാഭാവികമായിട്ടും 50 സീറ്റ് പ്രഖ്യാപിക്കുകയും, പക്ഷേ CPM സംബന്ധിച്ച് വ്യത്യസ്ത ഒരു അനുഭവം ഉണ്ടായി. അതായത് CPM ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് ആ ജില്ലാതലത്തിൽ നമ്മുടെ നേതൃത്വതലത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാറില്ല. അതിനാണ് അപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ആർക്കെതിരെയാണ് വന്നത്, അത് എവിടെയാണ് വന്നാലോചിക്കണം. കണ്ണൂർ പോലത്തെ ജില്ലയിൽ പാർട്ടി ഗ്രാമം പോലുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ജില്ലാ സെക്രട്ടറിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ആർക്കെതിരെ ഉന്നയിച്ചു? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ആ ഉന്നയിക്കുക മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആ സ്ഥാനാർത്ഥിയുടെ ആന്തൂസാരെ ബന്ധപ്പെട്ടുള്ള ആത്മഹത്യയിലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ അത് കണ്ണൂർ ജില്ലാ സ്ഥലത്താണ്, ഇവിടെ ആ ആസ്ഥാനത്താണ് ഉന്നയിക്കപ്പെട്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് പിന്തുണയിൽ ഒറ്റയ്ക്ക് വന്ന് അങ്ങനെ പറയുന്നു? അതേപോലെ തന്നെ പയ്യന്നൂർ പോലെ സ്ഥലത്ത്, അതായത് പാർട്ടി കേന്ദ്രങ്ങൾ നമ്മൾ ഈ തെക്ക് ഭാഗത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെയല്ലോ ഇപ്പോൾ അവിടുത്തെ പാർട്ടി കേന്ദ്രങ്ങൾ. ആ പാർട്ടി കേന്ദ്രങ്ങളിൽ കുഞ്ഞികൃഷ്ണ പോലെ ആൾ ഉന്നയിച്ച വാദം എന്തായിരുന്നു? രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പാർലമെൻ്ററി വ്യാമോഹം എന്നൊക്കെ പറയുന്ന ആർക്കൂടെ പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്ത ഈ എക്സംഷനൊക്കെ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ വേറൊരു അതാണ്. അതൊക്കെ പിന്നെ ന്യായീകരിച്ച് പലതും പറയും. എന്ത് ന്യായീകരിക്കാൻ പറ്റുന്ന ലോകത്ത് പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്ത കാര്യം പാർലമെൻ്ററി രാഷ്ട്രീയം നിൽക്കുക എന്നുള്ള പലർക്കും അത് വലിയൊരു ഗുരുതരമായൊരു തെറ്റായിട്ട് കാണുന്നില്ല. കാര്യം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അധികാരത്തിന് വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ എഫക്റ്റ് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഇപ്പോൾ VS സുധാകരൻ മുഖ്യമന്ത്രിയെ ശ്രമിച്ചത് ഏത് പ്രായത്തിലാണ്? അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയില്ലായിരുന്നു. അപ്പോൾ പാർലമെൻ്ററി വ്യാമോഹം എന്നൊരു പുതിയൊരു കാര്യമായിട്ട് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ട് പാർലമെൻ്ററി വ്യാമോഹം നമുക്ക് നോക്കിയാൽ അത് പല തട്ടിലും പല സ്ഥലത്തും പല ആൾക്കാർക്കും നമുക്ക് പ്രകടമായി കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ഒരു 2-3 കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടു. ഒന്ന്, സുധാകരൻ തീർച്ചയായിട്ടും ഉന്നയിക്കുന്ന കത്തൊരു അദ്ദേഹം തന്നെ അത് ന്യായീകരിക്കുന്നുണ്ട്. എനിക്ക് മത്സരിക്കാനുള്ള താല്പര്യത്തോടുണ്ട്. പക്ഷേ സുധാകരൻ ഉന്നയിക്കുന്ന കാര്യം പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന വാക്ക് ഉപയോഗിച്ചത് പൊളിറ്റിക്കലായിട്ടാണ് ഇവർ ഡിഫെക്റ്റ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അവിടെ പൊളിറ്റിക്കൽ ക്രിമിനലിസവും മാഫിയ പ്രശ്നവും അവർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരാൾ ഉന്നയിക്കുന്ന രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ്, അതും ഒരു ക്രിമിനൽ ആക്റ്റാണ്. മൂന്നാമത്തെ ആൾ ഉന്നയിക്കുന്ന നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം. അവിടെയൊക്കെ നമ്മൾ പുലർത്തേണ്ട ഇപ്പോൾ തീർച്ചയായിട്ടും ആ ശ്യാമള ടീച്ചറെ സംബന്ധിച്ച് ശ്യാമള ടീച്ചറിൻ്റെ ഒരു ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അവർ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ ഇവിടെ സംസ്ഥാനം നേതൃത്വത്തിരിക്കുന്ന ആൾ, പോൾ ബ്യൂറോ ഇരിക്കുന്ന ആൾ ചില ഉത്തരവാദിത്തങ്ങൾ ഒരു സന്ദേശമാണല്ലോ കൊടുക്കുന്നത് മറ്റ് പാർട്ടി പ്രവർത്തകർക്കും. അതുപോലെ മറ്റു ഇതൊരു ഇടതുപക്ഷ പാർട്ടിയാണ്. ഇടതുപക്ഷ പാർട്ടിയുടെ അതിൻ്റെ ഒരു ജീവസ്വരൂപമുണ്ട്, അതിൻ്റെ ഒരു നൈതികതയുണ്ട്, അതിൻ്റെ ധാർമ്മികതയുടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് പ്രകടിപ്പിക്കേണ്ട ചില മാന്യതകളുണ്ട്, മര്യാദകളുണ്ട്. കാര്യം ആ വളരെ പ്രധാനപ്പെട്ട സീറ്റാണ്. ആ സീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വളരെ CPM ജയിച്ചു വരാവുന്ന സാധ്യതയുള്ള വലിയ സീറ്റിൽ നിങ്ങൾ അവിടെ ഒരുപാട് പുതിയ കാൻഡിഡേറ്റ്സിന് അവർക്ക് സ്ഥാനാർത്ഥം കൊടുക്കുന്ന വഴി വേറെ സന്ദേശം കൊടുക്കുന്നത്. മാത്രമല്ല നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഒരു പക്ഷേ ഇത് എത്രമാത്രം അതൊക്കെ നമുക്ക് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ എതിർപ്പുണ്ട്, നാട്ടിൽ എതിർപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അത് എതിർപ്പ് അനുഭാവികളുടെയും സഹയാത്രികളുടെയും എതിർപ്പ് അവിടെ വരുന്നുണ്ട് ആ സ്ഥാനാർത്ഥിത്തിനെതിരെ. അപ്പോൾ അതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം ആ പ്രശ്നം ഉന്നയിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് രാവിലെ അടിച്ച് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയ വ്യാമോഹമൊക്കെ അവിടെ നമുക്ക് ചർച്ചയ്ക്ക് വെക്കാം. പക്ഷേ അദ്ദേഹം ഉന്നയിക്കണമെങ്കിൽ CPM പോലെ സംഘടന വളരെ ഒറ്റ ചോദ്യം. ഈ പാർലമെന്ററി വ്യാമോഹം എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല. പാർലമെന്ററി മോഹം ഒരു ജനാധിപത്യ പാർട്ടിയിൽ തെറ്റാണോ? ഇതിപ്പോൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ ശൈലിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM എങ്കിൽ പോലും അവരിനി നാളെ ജനകീയ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ പാർലമെന്റിൽ മത്സരിച്ച് അധികാരത്തിലെത്തുക എന്നുള്ളതാണല്ലോ കാര്യം. അതെ, പാർലമെൻ്ററി സ്ഥാനം മത്സരിക്കാനും മുഖ്യമന്ത്രിയാവാനും മന്ത്രിമാരാവൊക്കെ തന്നെയാണല്ലോ ശ്രമിക്കുന്നത് ആത്യന്തികമായിട്ട്. വിപ്ലവം നടത്താനും ഗറില്ല യുദ്ധം നടത്താനും അല്ലോ. നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും അത് വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യമുള്ള കാര്യമില്ല. അങ്ങനെ പൊളിറ്റിക്കൽ സ്ട്രഗിളൊന്നും ഈ കേരളത്തിലെ പ്രധാന മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ വഴിക്ക് തന്നെ പോയിട്ട് വർഷം എത്രയോ അങ്ങനെ അവിടെയാണ് കാരണം ഈ സുധാകരൻ പുറത്തു വന്നവരല്ല, ഈ പറയുന്ന ഗോവിന്ദൻ പുറത്തു വന്നിട്ട് TK ഗോവിന്ദൻ അദ്ദേഹം ഉന്നയിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണം അഴിമതിയാണ്. സംസ്ഥാന സെക്രട്ടറി ഹാപ്പിനെസ് പ്രോജക്റ്റുമായി എന്തോ ബന്ധപ്പെട്ട് കണക്ക് പാർട്ടിയിൽ വെച്ചില്ല എന്ന് പറയുന്നു. ഇന്ന് MV ജയരാജൻ വന്നിട്ട് പറയുന്നത് ഞങ്ങളിത് ടാക്സ് അടച്ചിട്ടുണ്ട്, ഇൻകം ടാക്സിന് കൊടുത്ത അഫിഡവിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് 2 കടലാസ് ബുക്കി കാണുന്നുണ്ട്. അത് മുമ്പ് ഇത് പറഞ്ഞ പോലെയാണ്. വീണ വിജയൻ പണം കൈപ്പറ്റിയോ കർത്താവിൽ നിന്ന് ചോദിച്ചപ്പോൾ അതിന് ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നായിരുന്നു മറുപടി. ഇവിടെ അജിംസ് അതിൻ്റെ പ്രധാനപ്പെട്ട നമുക്കതിൻ്റെ വസ്തുതകളിലേക്ക് പോകാൻ ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ എഫക്റ്റ് നോക്കാം. ഇലക്ഷൻ്റെ ഒരു ആസന്നമായ സാഹചര്യത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, കാൻഡിഡേറ്റ് ലിസ്റ്റായി, ഇലക്ഷനിലേക്ക് കിടക്കുകയാണ്, 3 ആഴ്ച ഇലക്ഷനായി.
ആ സമയത്ത് ഒരു CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഡിഫെക്ഷൻ ഉണ്ടാവുകയും ആരുടെ ഭാഗത്തുനിന്ന് ആ ഡിസിഡൻസ് ഉണ്ടാവുന്ന നമ്മുടെ ഇടതുപക്ഷ നിരീക്ഷണം ഉപയോഗിച്ച ഭാഗം ഡിസിഡൻസ് ആ ഡിസിഡൻസ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, ആ വിമത അഭിപ്രായം ഉണ്ടാവുന്ന അതിനകത്ത് ഏറ്റവും കോർ സ്ഥലത്താണ്. വേറൊരു കാര്യം ഇവിടെ ആലോചിക്കേണ്ടത്, ഈ പൊളിറ്റിക്കൽ ഇവർ ഈ അടുത്ത കാലത്ത് 5-6 പേര് CPM എന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണും. പ്രധാനപ്പെട്ട ലീഡേഴ്സ് മുഴുവൻ പോകുന്ന CPM എന്നാണ്. എന്താണ് കാര്യം? 2 ടൈം അധികാരത്തിൽ ഇരുന്നിട്ടും ഇത്രയും. അപ്പോൾ ഇത്രയും ദീർഘകാല പരിചയപ്പുദാഹരണം നമ്മൾ കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും G സുധാകരനാണെങ്കിലും നീണ്ട ദശാബ്ദങ്ങൾ പാർട്ടിക്ക് പ്രവർത്തിച്ച് അവർക്ക് ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ല. അപ്പോൾ ഈ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഇല്ലാതാണ് കാണിക്കുന്നത്. 3 പേർക്ക് മാത്രമായിട്ട് വരില്ല. അപ്പോൾ ഈ പൊളിറ്റിക്കൽ അപ്പാരറ്റസിൻ്റെ അകത്ത് ഇവർ പാർലമെൻ്ററി വ്യാപനം എന്ന് പറഞ്ഞാൽ 3 പേരിൽ മാത്രമായിട്ട് സിംറ്റം ഉണ്ടാവില്ല. അത് കിട്ടിയ ആൾക്കാരും ഉണ്ടാതിരിക്കും, ബാക്കിയുള്ളവർ പോയി എന്നാണ് ഇതിൻ്റെ ധ്വനി. എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി ഐഡിയോളജിക്കലി ഡിഫക്റ്റായി എന്നൊരു ധ്വനി അതിൻ്റെ അകത്തുണ്ട്. ഇവർ പറയുമ്പോൾ സത്യം സംഭവിക്കുന്നത് 3 പേരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ നടന്നിട്ടില്ല. കാര്യം ഈ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് എന്തുണ്ടായി, ആ പൊളിറ്റിക്കൽ സ്ട്രഗിളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ട്രഗിളാണ് കൃത്യമായ വാക്ക്. ആ സ്ട്രഗിളും പൊളിറ്റിക്കൽ അപ്പോൾ ആ സ്ട്രഗിളില്ല. പോയി ഇതുപോലെയുള്ള വളരെ എൻട്രഞ്ച്ഡ് ആയിട്ടുള്ള വാക്കുകൾ, എൻട്രഞ്ച്ഡ് ആയിട്ടുള്ള കുറേ താല്പര്യങ്ങൾ അതിൻ്റെ അകത്ത് കയറി വരികയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നവർ സന്തോഷിച്ചിരിക്കുകയും ഇതില്ലാത്ത ആൾക്കാർ പുറത്തു പോയി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇത് എല്ലാവർക്കും ബാധക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അപ്പാരറ്റസിൻ്റെ അകത്ത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പുഴുക്കുത്തുകളുണ്ട്. ഇതാണ് കാണിക്കുന്നതാണ് നമ്മുടെ കേരള സമൂഹത്തിന് CPM ഈ 10 വർഷം ശേഷം കാണിച്ചു വയ്ക്കുന്ന ഒരു മുമ്പ് ഇല്ലാത്ത കാര്യമാണ് ഇവർ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഈ ട്രെൻഡ് എന്താ കാണിക്കുന്നത്? ഈ 10 വർഷം അധികാരത്തിൻ്റെ ഭാഗമായിട്ട് അധികാരം ഗ്രഹിച്ചൊരു പാർട്ടി ശ്രമം പലതരത്തിലുള്ള പുഴുക്കുത്തലിൻ്റെ അകത്തുണ്ടെന്നും അതിൽ ചില ആൾക്കാരെ സംതൃപ്തരാണ്, പല ആൾക്കാർ അസംതൃപ്തരാണെന്ന് പറയുമ്പോൾ ഇവർ തന്നെ വിരള വാദമാണ് ഉദ്ദേശിക്കുന്നത്. ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേർക്ക് മാത്രമായിട്ടില്ല, അപ്പോൾ അസംതൃപ്തി ആഴത്തിലുണ്ട്. അത് ചില ആൾക്കാർ നേതൃത്വ ആൾക്കാർ പ്രകടിപ്പിക്കുന്നു. ആ അസംതൃപ്തി എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി വ്യാമോഹമാണെങ്കിൽ ഈ സ്ട്രക്ചറിനകത്ത് അതുണ്ട്, ഈ പാർട്ടി ഘടനയ്ക്കകത്ത് ആ വ്യാമോഹം നിൽക്കുകയാണ്. അത് സംതൃപ്തി ലഭിച്ച ആൾക്കാർക്ക് അത് പ്രകടിപ്പിക്കില്ല, അവർ സംതൃപ്തരാണ്. മറ്റൊരു സംതൃപ്തി പറയുമ്പോൾ ഈ ഘടനയ്ക്കകത്ത് തന്നെ പ്രശ്നമാണ് കാണിക്കുന്നത്. അതാണ് ഒരു വശമെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചോളം ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് സംബന്ധിച്ചോളം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സതീശൻ ആ ആത്മവിശ്വാസം കൃത്യമായി പ്രകടിപ്പിച്ചു. അതിൽ അസൂയാർഹരായിട്ടുള്ള ഒരുപാട് നേതാക്കളെ അതിൻ്റെ അകത്ത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഇടനിരീക്ഷണത്തിൽ ഒരുപാട് ഈ സ്ഥാനമോഹികളും മുഖ്യമന്ത്രി സ്ഥാനമോഹികളും പലരും ഉണ്ട്. അതിലാണ് ഒരാൾക്ക് MP സ്ഥാനം. ഇത് അദ്ദേഹം പറയുന്നത് കണ്ണൂർ എൻ്റെ ഇതാണ്, കണ്ണൂർ MP ആണ് പിന്നെ കണ്ണൂർ MLA ആയതുകൊണ്ട് ഇന്ന് കണ്ണൂരോട് സ്നേഹം നഷ്ടപ്പെടും. അദ്ദേഹം വേറെ എവിടെയെങ്കിലും മനസ്സിലാക്കാം, അദ്ദേഹം തൃശ്ശൂർ MP ആണ്, അയാൾ കണ്ണൂർ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ശരിയാണ്, അയാളുടെ നാടെന്ന് പറയും. അപ്പോൾ കണ്ണൂർ MP എന്ന് പറഞ്ഞാൽ വിശാലമായ കണ്ണൂർ പ്രദേശത്താണ് അദ്ദേഹം പ്രദാനം ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു കണ്ണൂർ സ്നേഹം MLA മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തട്ടിപ്പുകളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രധാന സതീശിനെ പുറത്ത് സമ്മർദ്ദം ഉണ്ട്. അതിൻ്റെ പുറത്ത് നമ്മുടെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അത് ഭാവി മുഖ്യമന്ത്രി സ്ഥാനമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. അപ്പോൾ UDF സംബന്ധിച്ചോളം പക്ഷേ ഒരു കാര്യം, UDF അതിൻ്റെ പരമ്പരാഗത സ്വഭാവം കീപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സതീശനെ പോലെ ഒരു പുതിയ ലീഡർഷിപ്പ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു ഡിസിപ്ലിൻ സ്വഭാവമുണ്ട്. ചില നേർവഴികൾ കാണുമ്പോഴും അതിൻ്റെ സ്വഭാവത്തിൽ എപ്പോഴും മറ്റേ ആസ്പെക്റ്റ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ആശ്വാസന കാര്യം കോൺഗ്രസ് സംബന്ധിച്ചോളം വലിയ മാറ്റമില്ലാത്ത കാര്യം. നമ്മൾ ചില കാര്യം നമുക്ക് ഒരു ആശ്വാസമുള്ളൂ. മാറ്റിപ്പോൾ CPM മാറുന്നില്ല, അതിൻ്റെ ചില മൂല്യപരമായ നിൽക്കുന്ന ഒരു ആശ്വാസം പോലെ തന്നെ കോൺഗ്രസിന് ഇങ്ങനെ ചില കാര്യങ്ങളും ആശ്വാസകരമാണ് കേരളം സംബന്ധിച്ചോളം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മവിശ്വാസം, സതീശൻ കാണിച്ച ആത്മവിശ്വാസം എന്തുകൊണ്ട് ഇവർക്ക് ഇത് വൈകാനുള്ള കാരണം ഇപ്പോഴും വിശദീകരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ വക്താവിന് വിശദീകരിക്കാൻ സാധിച്ചില്ല. കാരണം വിശദീകരിക്കപ്പെടേണ്ട കാര്യമുണ്ട്. ഇവർ നാളെ സ്വാഭാവികമായിട്ട് അവർക്ക് ലിസ്റ്റ് ഇറക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് ഈ തർക്കങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഏകീകൃതമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല? കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്കുണ്ടായ വിജയം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗുണഫലമായി മാറ്റാൻ സാധിക്കില്ല? കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് ഗൗരവമായ പ്രശ്നം കോൺഗ്രസ് നേർക്കുണ്ട്. മറുഭാഗത്ത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ BJPയുടെ ലിസ്റ്റ് ഇതുപോലെ BJP സംബന്ധിച്ച് നമ്മൾ നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ BJP ലിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാത്ത പാർട്ടി, മറ്റ് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചട്ടക്കൂടും അവിടുന്ന് അമിത്ഷാ പറഞ്ഞ പിന്നെ അതിനെ വേറെ ചോദ്യം ചെയ്യാൻ തൽക്കാലം കേരളത്തിൽ ഇല്ല സ്ഥിതിക്ക് ഇവർ ഉടനെ തന്നെ എല്ലാ സീറ്റുകളും പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതുമില്ല, അവിടെയും ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെയാണ്. അവിടെ നേരത്തെ തമാശ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടി പ്രസിഡന്റിനെ തന്നെ സ്ഥാനാർത്ഥി ആദ്യമേ പ്രഖ്യാപിച്ചു. ഇലക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് താൻ എവിടെ മത്സരിക്കാൻ പോകുന്നത് പ്രഖ്യാപിച്ച് തന്നെ അവരുടെ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കാര്യമായിട്ടുള്ള പ്രശ്നം നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അവരെങ്ങനെ വോട്ട് ക്യാപ്ചർ ചെയ്യുന്നു മാത്രമേ ഒരുപക്ഷെ അവർ നോക്കുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ പ്രധാനമായും ഏറ്റവും കൂടുതൽ 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം CPM-നെ സംബന്ധിച്ച് CPM ഗൗരവമായിട്ട് തന്നെയാണ് ഡിസിഡൻറ്റ് പ്രശ്നം നേരിടുന്നത്. കാരണം ഇലക്ഷൻ സംബന്ധിച്ചുള്ള CPM ഉണ്ടാക്കി ഇപ്പോൾ ഉദാഹരണം നോക്കാം, തീർച്ചയായും ശരിയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പബ്ലിക്കേഷൻസിലൂടെ ഒരു ഇമേജ് ബിൽഡിംഗ് പ്രതിച്ഛായ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വികസനത്തെക്കുറിച്ചുള്ള ക്യാമ്പയിൻ തുടങ്ങിയ ക്ഷേമത്തെക്കുറിച്ചുള്ള ക്യാമ്പയിൻ അത് വ്യാപകമായ ഒരു ചേഞ്ച് ഓവർ, ഒരു ഇമേജ് മേക്ക് ഓവർ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ചെറിയ കാലത്ത് പ്രതിസന്ധിയിലായ സാധനം ഒരു മാറ്റത്തിന് ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരു അനുഭവതലത്തിൽ ഇങ്ങനെയുള്ള തുരങ്കപാത ഉദ്ഘാടനം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഫീലിംഗ് അറ്റ്ലീസ്റ്റ് ഒരു മധ്യവർഗത്തിനിടയിൽ തന്നെ അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നേരെ വിപരീതമായ ഫലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡീപ്പായിട്ട് അസംതൃപ്തി ഉണ്ട്. നമ്മൾ കാണുന്ന അസംതൃപ്തി എന്ന് പറയുന്നത് ശരി ശ്രീ
ശ്രീ റോണി കെ ബേബി, ഇവിടെ എത്രയോ നാളുകളായി ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കം തുടങ്ങിയതാണ് കോൺഗ്രസ്. പല പഠനങ്ങൾ നടത്തുന്നു, സർവേ നടത്തുന്നു, ഏജൻസികളെ നിശ്ചയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തെല്ലാം തരം പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന കെ സി വേണുഗോപാലിൻ്റെയും വി ഡി സതീശൻ്റെയും ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. സതീശൻ്റെ മുഖം അസംതൃപ്തമാണ്, ഫ്രസ്ട്രേറ്റഡ് ആണ് അദ്ദേഹം. കെ സി വേണുഗോപാൽ വളരെ കൂളാണ്. അതിനർത്ഥം ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചയിൽ നിരന്തരം ഉണ്ടാകുന്നു, തിരുത്തലുകൾ വരുന്നു, സതീശൻ്റെ പ്ലാനുകൾ മാറ്റിമറിക്കുന്നു. അതല്ലേ നാം കാണുന്നത്? ഈ കോൺഗ്രസിനെ പുറത്തു നിന്ന് നിരീക്ഷിക്കുന്നതിൽ ഉള്ള ആ കാഴ്ചപ്പാടിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു വ്യാഖ്യാനം അതിന് നൽകുന്നത്. കോൺഗ്രസ് എല്ലാ കാലത്തും നിലകൊള്ളുന്നത്, വിശ്വസിക്കുന്നത് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി കോൺഗ്രസിനെ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമില്ല. എന്നും അത് കെ പി സി സി പ്രസിഡന്റ് ഉണ്ടാവാം, അതേ സമയത്ത് തന്നെ പാർലമെന്ററി പാർട്ടി ലീഡർ ഉണ്ടാവാം. അത് നമുക്കറിയാം അതിന്റെ ചരിത്രം. അപ്പോൾ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് ആ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂട്ടായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നു സി പി എം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അഭിമാനിച്ചിരുന്നത് ഒരു കേഡർ പാർട്ടിയാണ്, അല്ലെങ്കിൽ പാർട്ടി ശക്തമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? 6 മുൻ MLA-മാരാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത്. 9 നേതാക്കന്മാർ, ആകെ 6 MLA-മാർ ഉൾപ്പെടെ 9 നേതാക്കന്മാരാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷെ അവിടെ നോക്ക്, എല്ലാ കാലത്തും വിമർശിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് 2 ദിവസത്തിനകം കഴിഞ്ഞ ഒരു 25 വർഷത്തെ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുക, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ എല്ലാ നേതാക്കന്മാരും വളരെ കൃത്യമായി തന്നെ, അതാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. അതിന്റെ അകത്ത് കെ സി വേണുഗോപാലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, കെ പി സി സി പ്രസിഡന്റ് ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ആ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഏത് കാര്യവും, എല്ലാ കാര്യവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും, അല്ലാതെ ഒരാളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ സി പി എമ്മിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ 2 തരം നീതിയല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു നീതി, നിങ്ങൾക്ക് ഒരു മാനദണ്ഡങ്ങളും പ്രശ്നമല്ല. പക്ഷേ പിണറായി വിജയന് താല്പര്യമില്ലാത്തവർക്ക് മറ്റൊരു നീതി, അവർക്ക് മറ്റൊരു മാനദണ്ഡം. ശൈലജ ടീച്ചറോട് പറയുകയാണ്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പേരാവൂരിൽ പോയി മത്സരിക്കുക, ഇല്ലെങ്കിൽ മത്സരിക്കാതിരിക്കുക. 2 ദിവസം സമയം കൊടുക്കുന്നു. അവര് വികാര നിർഭരയായി അവർ പ്രതികരിക്കുന്ന വാർത്തയാണ് നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളോട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2 ദിവസം കഴിയുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അല്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സി പി എമ്മിന്റെ അകത്തുണ്ടായിരിക്കുന്ന ആ പൊട്ടിത്തെറികൾ തന്നെയാണ്. ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ 6 മുൻ MLA-മാരാണ്, 1, 2 അല്ല, 6 മുൻ MLA-മാരാണ് ഇപ്പോൾ തന്നെ സി പി എമ്മിനെതിരെ. ഇനി നാളെ ഒക്കെ അല്ല, അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കന്മാർ പാർട്ടിക്കെതിരെ. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ല എടുക്കുക, പാലക്കാട് ജില്ല എടുക്കുക, ആലപ്പുഴ ജില്ല എടുക്കുക, ആ 3 ശക്തി കേന്ദ്രങ്ങളിലും വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത്. നിങ്ങളുടെ ഉള്ളിലെ പൊട്ടിത്തെറി പുറത്തേക്ക് കേൾക്കുന്നുണ്ട് റോണി. വലിയ നോക്കൂ, മുൻ കെ പി സി സി അധ്യക്ഷൻ എപ്പോ പാർട്ടി വിടുമെന്നാണ് ആളുകൾ നോക്കി നിൽക്കുന്നത്. അദ്ദേഹം ഒരിക്കലും പാർട്ടി വിടത്തില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഡൽഹിയിൽ പോലും വരത്തില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി തന്നെ ഡൽഹിയിലെത്തി പാർലമെന്റ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു, പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്യുന്നു, സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മെരിറ്റ് അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ കിട്ടത്തില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ മെരിറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു കൺസെൻസസ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ചില അഭിപ്രായങ്ങള്, വ്യത്യസ്ത അഭിപ്രായങ്ങള് അത് ചർച്ച ചെയ്യപ്പെട്ട് അതിന്റെ അകത്ത് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ആ അഭിപ്രായത്തിനൊപ്പം നിൽക്കും. അതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ പാർട്ടി, അതായത് നിലവിൽ MP ആയിരിക്കുന്ന ഒരാൾ, MP-മാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതല്ലെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ അല്ല എനിക്ക് മത്സരിച്ചേ പറ്റൂ എന്ന്, ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നടക്കുന്ന കാര്യമാണ്? ഇതിനെയൊക്കെ ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റുമോ റോണി? ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി നേതൃത്വവുമായിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയുമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ കെ സുധാകരൻ MP ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആളെ വളരെ കൃത്യമായി തന്നെ നോക്കിയോ, ഈ മീഡിയ 1 ചാനലിൽ തന്നെ നമ്മളിത് സംസാരിക്കും. കെ സുധാകരൻ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്ന സ്വാതന്ത്ര്യം, അതാണ് കോൺഗ്രസിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഈ ഒരു ജനാധിപത്യ ബോധം തന്നെയാണ്. അല്ലാതെ എതിരഭിപ്രായം പറയുന്നവരുടെ മുഖത്ത് 52 വെട്ടുവിട്ടുന്നതോ, അല്ലെ പാർട്ടി ഫണ്ടിന്റെ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ ഫണ്ടിൽ അഴിമതി കാണിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതോ, അല്ലെങ്കിൽ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതോ അതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴ്വഴക്കം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനെ ഇന്നും മാധ്യമങ്ങൾ ഇത്രയും വലിയ കാര്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഇടയിൽ കൃത്യമായി തന്നെ ഞങ്ങളുടെ സഹോദര്യം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. കെ സുധാകരൻ അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഒരു തെറ്റും പിന്നെ ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, അത് എല്ലാവർക്കും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് വൺസ് പാർട്ടി ലീഡർഷിപ്പ് ഹാസ് ടേക്കൺ എ ഡിസിഷൻ,
അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ആ തീരുമാനത്തിൽ ഒപ്പം നിൽക്കും. ഒരു വേണ്ട, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് കെ സുധാകരൻ. അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായത്തിൽ ഒപ്പം നിൽക്കും. ഇനി അത് കണ്ടുകൊണ്ട് ആരെങ്കിലും ഒക്കെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ മതി. കാരണം അദ്ദേഹം അച്ചടക്കമുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞങ്ങളുടെ ഒരു വിഷയം വേണ്ട, ഞങ്ങളുടെ 90-94 സീറ്റിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും. ഒരാൾ പോലും പാർട്ടി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ഒരാൾ പോലും വിമലായിട്ടോ വിമതനായിട്ടോ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് നമ്മൾ CPM ഏത് അവസ്ഥയിലേക്ക് പോകുന്നു. നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ട്. രണ്ട് കേഡർ പാർട്ടികളോട് നിൽക്കുക, ഒന്ന് BJP നിൽക്കുന്നു, ഒന്ന് CPM നിൽക്കുന്നു. അവിടെയാണ് ഒരു ജനാധിപത്യ ഒരു സംവിധാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവരെ ഒരു പാർട്ടിയായിട്ട് പോലും അതിനെ ഒരു സംവിധാനം എന്നാണ് വിളിക്കുന്നത്. ഓർഗനൈസേഷൻ ആണ്, നോട്ട് എ കേഡർ പാർട്ടി. പക്ഷേ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്രയും വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഒക്കെ നിന്നുകൊണ്ട് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കേരളത്തിലെ ജനങ്ങളെ അല്ലെ ഇത്രമാത്രം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. 10 വർഷമായി ഞങ്ങൾ അധികാരത്തിന് പുറത്താണ്. എങ്കിൽ പോലും ഞങ്ങൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടന്ന ഈ എന്നും ആരോപണങ്ങളും വിമർശനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയാണല്ലോ. പക്ഷേ നടന്ന ബൈ ഇലക്ഷനുകളെല്ലാം ഞങ്ങൾ ജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആധികാരികമായി ഞങ്ങൾ ജയിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആധികാരികമായി ജയിച്ചു. ഒരു സംശയം വേണ്ട. ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയുണ്ട്. ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. ആ പ്രതീക്ഷയ്ക്ക് ഒരു കളങ്കം പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വളരെ സസൂക്ഷ്മമായി ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കൂടിയ ആലോചനകളിലൂടെ എന്തായാലും റോഡിയുടെ വാക്കുകളിലെയും മുഖഭാവത്തിലെയും ആത്മവിശ്വാസം ഇന്ന് ടെലിവിഷൻ സ്ക്രീനിൽ കണ്ട സതീശന്റെ ഒന്നും മുഖത്തുണ്ടായിരുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. ഞാൻ മടങ്ങി വരാം. എത്ര ദിവസമായി ഉറങ്ങാതെ ചർച്ചകൾ. ഇന്ന് ഒരു ബ്രേക്ക്. ചർച്ച ചെയ്യുന്നത് അതിഥികളിലേക്ക് തിരികെ. ഡോക്ടർ ജയരാജ്, ഇവിടെ ഒരു പലതരത്തിലുള്ള അഡ്വാൻറ്റേജ് LDFനുണ്ട്. ഒന്ന്, ഭരണത്തിലിരിക്കുന്ന ഇൻകംബന്റ് ആണ്. ഇൻകംബന്റ് ആകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ്, ഒരു അധികാരത്തിൻ്റെതായ ഒരു പ്രിവിലേജ് ഉണ്ടാകും. പ്രചാരണത്തിനും എല്ലാറ്റിനും ഒരാൾബലവും എല്ലാം ഉണ്ടാകും. ഭരണവിരുദ്ധ വികാരം എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയൊന്നില്ല എന്നാണ് ഡോക്ടർ ജയരാജ് മുമ്പ് പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അതൊരു ഗ്രൗണ്ട് അനാലിസിസ് ആണോ, അതല്ല ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരത്തെ അതിശക്തമായ പബ്ലിക് റിലേഷൻ വഴി മറികടന്നതാണ്? അല്ല, ഇതിനകത്ത് പബ്ലിക് റിലേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്തെല്ലാമാണ് ചെയ്യുന്നത് അത് മാത്രമേ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നോക്കിയാൽ മതി, ഒരു MLA-മാരുടെ ഓരോ മണ്ഡലത്തിലുള്ള അവരുടെ വിശ്വാസം, അവരുടെ ജനസമിതി, അവരുടെ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ അതിനുണ്ടായ ഇടപെടലുകൾ, അവിടെ സർക്കാർ കൊടുക്കുന്ന ചേർത്ത് പിടിക്കലുകൾ. ഇപ്പം നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് തന്നെ എത്ര വീടുകളാണ് വെച്ചു കൊടുത്തത്? കോൺഗ്രസിന്റെ വീടുകൾ ഇപ്പോഴും കാട്ടിൽ ഒരു ആന കയറുന്ന മേട്ടിൽ ഒരു കല്ലിട്ടത് മാത്രമേ ഉള്ളൂ. ഒരു വീട് അവര് പ്രഖ്യാപിച്ചാൽ അത് അവരുടെ കാര്യം, അത് വേറെ കാര്യം. പണം പിരിച്ചാൽ അത് അതിന്റെ കണക്ക് കാണിക്കണം. അല്ല, പുനരധിവസിപ്പിക്കേണ്ട പ്രധാന ചുമതല സർക്കാരിനെയാണ്. അവര് മാത്രമല്ല, അല്ല, അവര് സർക്കാരിലേക്ക് ആരും പണം കൊടുക്കരുതെന്നാണല്ലോ ഇവരെല്ലാം പറഞ്ഞിരുന്നത്. കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഒരു പണം പോലും, 1 രൂപ പോലും CMDRF-ലേക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ചെയ്ത ആളുകൾ എവിടെ എത്തി എന്നുള്ളതാണ് ഈ ചോദ്യം. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും, വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, നാഷണൽ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും, കിഫ്ബിയുടെ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ആരോഗ്യ മേഖലയിലാണെങ്കിലും എല്ലാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത് ചെയ്യുന്ന നമ്മുടെ ഡയാലിസിസ് ചെയ്യുന്ന ഏതാണ്ട് 8ഓളം ലാബുള്ള എത്ര ഫെസിലിറ്റിയാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുള്ളത്? ഷോർട്ടേജ് ഉണ്ട്, 10,000-കണക്കിന് ജനങ്ങൾ വരുന്നുണ്ട്, ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു പറയുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഷോർട്ടേജുകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെ ഒരു 500 ബെഡഡ് ഹോസ്പിറ്റലാണെങ്കിൽ 1000 പേര് വന്നാലും 1000 പേർക്ക് ചികിത്സ കൊടുത്തേ പറ്റൂ. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സർക്കാർ സെറ്റപ്പിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ ആരോഗ്യരംഗം എടുത്ത് പരിശോധിക്കുകയാണ് മൊത്തത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചിലപ്പോൾ പെരുപ്പിച്ച് കാണിക്കാനായിട്ട് എടുത്തു പറഞ്ഞെന്ന് വരാം. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സോവിയറ്റ് റഷ്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ 2017 ഒക്ടോബർ റവല്യൂഷന് ശേഷം മെൻഷെവിക്കുകളും ബോൻഷെവിക്കുകളും, അതിനകത്ത് തന്നെ ട്രോട്സ്കി ലെനിനുമായിട്ടുള്ള വിഷയങ്ങൾ, സ്റ്റാലിനെതിരെയുള്ള വിഷയങ്ങൾ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പുറത്തു വന്ന് പറയുകയും ചെയ്യും. MV രാഘവൻ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്? ബദൽ രേഖ കൊണ്ടുവന്നതിനാണ്. KR ഗൗരിയമ്മ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്? പാർട്ടി അച്ചടക്കം നിരന്തരമായി ലംഘിച്ചതിൻ്റെ പേരിലാണ്. ഇതിനകത്ത് ഈ കേസുകൾ, ഇപ്പോൾ നടക്കുന്ന കേസുകൾ യാതൊരു ഐഡിയോളജിക്കൽ ബേസും ഇല്ലെന്നേ. ഓരോ ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ, അതായത് പലതവണ പറഞ്ഞ്
കൃത്യമായി തെളിവുകൾ കൊടുത്ത കാര്യങ്ങൾ പാർട്ടിയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അവർ വേറൊരു ക്യാമ്പിൽ ചെന്ന് കയറാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണ് സുധാകരനടക്കം പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗോവിന്ദനടക്കം പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ ഇവരുടെ ഉദ്ദേശം എന്താണ്. പാർട്ടി നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? പാർട്ടി നന്നാക്കാൻ വേണമെങ്കിൽ ആ ഘടകത്തിലെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, ആ ജില്ലാ സെക്രട്ടേറിയറ്റ് രേഖകൾ കൊണ്ടുവന്ന് ഹാജരാക്കിയാൽ പോരെ? ആരെങ്കിലും ഇയാൾക്കെതിരെ നടപടിയെടുക്കുമോ? ഇയാളത് ഇറങ്ങി പുറത്തു വന്നതെന്നല്ല. രേഖ വെക്കേണ്ടത് അദ്ദേഹമല്ല, രേഖ വെക്കേണ്ടവർ പാർട്ടിയിൽ ആ രേഖ വെച്ചില്ല എന്നാണ് ജയരാജൻ പറഞ്ഞത്. മറ്റൊന്ന് കെ വി കുഞ്ഞികൃഷ്ണൻ പറയുന്ന കണക്കും പാർട്ടി പറയുന്ന കണക്കും രണ്ടാണ്. ജനങ്ങൾക്ക് വിശ്വാസം പാർട്ടിയുടെ കണക്കിലല്ല. അതായത് കണക്ക് ചോദിക്കുന്നവരെ പാർട്ടി പുറത്താക്കും. കുഞ്ഞികൃഷ്ണൻ എന്നാണ് പാർട്ടിയിൽ വന്നത്? ഹാപ്പിനെസ് പ്രോജക്ടിന്റെ കണക്ക് പാർട്ടിയിൽ വെച്ചില്ല എന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം ആ കണക്ക് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകുമായിരുന്നു. കുഞ്ഞികൃഷ്ണന്റെ അവസ്ഥ തന്നെ ഗോവിന്ദൻ വരുമായിരുന്നു. കുഞ്ഞികൃഷ്ണൻ അങ്ങനെയല്ലോ. കുഞ്ഞികൃഷ്ണൻ ബുക്ക് എഴുതാൻ പോകുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊല്ലത്തുള്ള സകല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെയും വിളിച്ചു കൂട്ടിയിട്ട് സമ്മേളനം നടത്തുന്നു. ദിവസങ്ങളായിട്ട് ഞാൻ പറയും എന്ന് പറയും. കൃത്യമായ തെളിവുകൾ സഹിതം കുഞ്ഞികൃഷ്ണന്റെ കൊടുത്തപ്പോൾ അതിന് എൻ്റെ പുസ്തകത്തിൽ കാണാം, പുസ്തകത്തിൽ വായിച്ചു നോക്കുക. അവസാനം പുസ്തകത്തിൽ വായിച്ചു നോക്കിയപ്പോൾ എന്തോ പുസ്തകത്തിനകത്ത് ഒന്നുമില്ല. അത് മാറ്റി കുഴൽനാടൻ പറഞ്ഞ കണക്കല്ലേ ഇതായിരിക്കുന്നു രേഖ എന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെയായി. നേരത്തെ വീണ വിജയന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതൊക്കെ നേരത്തെ കോടതി എടുത്ത് കളഞ്ഞ കേസുകളല്ലേ. പിന്നെ അജിംസ അതൊക്കെ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? കോടതി തന്നെ തെളിവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആരോടാണ് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു കോടതിയെ സമീപിക്കരുതെന്ന്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞികൃഷ്ണൻ കോടതി പോകാൻ പറ്റില്ലല്ലോ. കൃത്യമായ കുഞ്ഞികൃഷ്ണന്റെ കോടതി പോകണമെന്നേ കുഞ്ഞികൃഷ്ണൻ ഇരിക്കുന്ന കമ്മിറ്റിയിൽ പറഞ്ഞാൽ മതിയെന്ന്. കൃത്യമായ കണക്കുകൾ വെച്ചിട്ട് അവതരിപ്പിച്ചാൽ മതിയെന്ന്. ആരാണ് അയാളുടെ കൂടെ നിൽക്കാത്തത്? ഭയമുണ്ടോ ഈ പാർട്ടിക്കകത്ത്? ആരെങ്കിലും ഭയമുണ്ടോ? വ്യാജ റെസിപ്റ്റ് ഉപയോഗിച്ച് പണം തിരിച്ചു എന്ന് തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടും അതേക്കുറിച്ച് അന്വേഷിച്ചില്ല. തീർച്ചയായിട്ടും അന്വേഷിച്ചിരുന്നു. പാർട്ടി കമ്മിറ്റി അന്വേഷിച്ചിരുന്നു. അന്വേഷിച്ചതിന് ശേഷമാണ് നടപടി എടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല, ഇത് ഇയാളുടെ സംശയങ്ങളാണെന്നുള്ള വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള ദുരന്ത നിവാരണ പദ്ധതികൾ, പ്രത്യേക ഇടപെടലുകൾ, വികസന പദ്ധതികൾ, തുരങ്കപാത അടക്കമുള്ള മെട്രോ അടക്കമുള്ള വാട്ടർ മെട്രോ അടക്കമുള്ള പുതിയ നൂതനമായ പദ്ധതികളെല്ലാം നടപ്പിലാക്കി ഒരു നല്ലൊരു റാപ്പോ ഉണ്ട്, നല്ലൊരു ഇമേജ് ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ. അത് PRD ഉണ്ടാക്കി കൊടുത്തതൊന്നുമല്ല. കഷ്ടപ്പെട്ട് ഓരോ വർഷവും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി ഓരോ വർഷവും ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ ഇലക്ഷൻ ഇത് പ്രൊപ്പഗേണ്ട ഒന്നും അല്ലല്ലോ, കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണല്ലോ. മലയോര ഹൈവേ ആണെങ്കിലും തീരദേശ ഹൈവേ ആണെങ്കിലും ചെല്ലാനത്തെ വിഷയങ്ങളാണെങ്കിലും ഇതൊക്കെ നമ്മുടെ കണ്ണിൽ മുമ്പിൽ കാണുന്ന കാര്യങ്ങളല്ലേ അജീഷ്. ഇതിനകത്ത് എന്തിനാണ് PR വർക്ക്? ഇതിനകത്ത് PR വർക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ജനങ്ങളിലേക്ക് ചില കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ള സ്ഥലത്താണ് നമ്മളെപ്പോഴും PRD ഓർമ്മിക്കുന്നത്. പിന്നെ ഈ ഡിസ്ട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞു. 16 മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിൽ നിന്ന് മാറി BJP പോയത്. അഖിലേന്ത്യാ കണക്കുകളെടുത്ത് പരിശോധിക്കണം. 242 MLA മാർ ആയാറാം ഗയറാം പൊളിറ്റിക്സ് കളിക്കുന്ന ആരാണ്? കോൺഗ്രസ്സുകാരാണ്. ഈ തവണയും കൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയക്കുന്ന ഏറ്റവും വലിയ കാര്യം കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷ ആളുകളും ഇപ്പോൾ തന്നെ റെഡിയായിരിക്കുകയാണ് BJPയിലേക്ക് പോകാൻ വേണ്ടി. അവർ ഡ്രസ്സ് വിട്ട് അവരുടെ കാക്കി നിക്കറല്ല ഇപ്പോൾ പാൻറ്റാണ്, കാക്കി പാൻറ് തയ്ച്ച് റെഡിയായിരിക്കുകയാണ് ശാഖയിൽ പോകാനും ശാഖയിൽ കാവൽ നിൽക്കാനും അവരുടെ വക്താക്കളാവാനും. നെഞ്ചിൽ കയച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? എത്ര പേരാണ് BJPയിൽ പോയത്? ശ്രീ ജയരാജ്, എത്ര പേർ BJPയിൽ പോയി? ഒരു മടിയുമില്ല LDFയിൽ നിന്ന് പോകാൻ. നേരത്തെ ഉള്ള ഒരു രാജ മാത്രമാണ് പോയിട്ടുള്ളത്. പ്രദീപ് എവിടെയാണ്? CC മുകുന്ദൻ എവിടെയാണ്? രാജേന്ദ്രന്റെ കാര്യമാണ്. PP മുകുന്ദനൊക്കെ LDFന്റെ CPIയുടെ ഒരു മന്ത്രിയല്ല. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇതുപോലെ ഒരു ബ്ലോക്ക് ആയിട്ട് പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പണ്ട് ശാഖയ്ക്ക് കാവൽ ഗോൾവാർക്കറുടെ ചിത്രത്തിന് മുമ്പ് താണുവണങ്ങി വിളക്ക് കത്തിക്കാൻ ആരും പോകുന്നില്ലല്ലോ. ഗോൾവാർക്കറുടെ ചിത്രത്തിന് മുമ്പിൽ താണുവണങ്ങി വിളക്ക് കത്തിക്കാൻ ആരും പോകുന്നില്ല. ആരും RSS ശാഖയ്ക്ക് മുമ്പ് ഞാൻ കാവൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. എന്നിട്ട് ആരോപിക്കുന്നത് എന്താണ്? BJPയുമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന പാർട്ടിയാണ് CPM എന്ന് കള്ളത്തനം ഒരു തവണ 100 ആവർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നിയമം സീറ്റിൽ കാൻഡിഡേറ്റ് ഇടുന്ന നോക്കണം. അക്കൗണ്ട് തുറക്കാൻ അനുമതി കൊടുക്കുന്നത് കോൺഗ്രസ്, അക്കൗണ്ട് പൂട്ടിക്കുന്നത് CPM. തൃശ്ശൂരിൽ 78,000 വോട്ട് എവിടെ പോയി? 78,000 വോട്ട് കോൺഗ്രസിന്റെ TN പ്രതാപന്റെ വോട്ട് എവിടെയാണ് പോയത്? സുരേഷ് ഗോപിക്ക് മറിച്ച് ചെയ്തില്ലേ? സുരേഷ് ഗോപിയുടെ ആളുകൾ കൊണ്ടുപോയില്ലേ?
സുരേഷ് ഗോപിയുടെ ആളുകൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ട് മാത്രമാണ് പോയിരിക്കുന്നത്. അവിടെ അങ്ങനെയാണ് സുരേഷ് ഗോപി പൂരം അവിടെ കലക്കി എന്ന ജയിക്കുന്നത്. സിപിഐയുടെ ആരോപണം അതിനകത്ത് വേറെ മാത്തമാറ്റിക്സ് ഒന്നുമില്ല. പൂരം ഇതുപോലെ കലക്കി അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചതെന്ന് സിപിഐയുടെ ആരോപണമെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾ? പറഞ്ഞുതരാം. അല്ല, പൂരം കലങ്ങി എന്ന വാദമെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? പൂരം കലങ്ങിയിട്ടില്ല ഒരിക്കലും ഇല്ല. അത് പൂരം കലക്കുന്നതും പൂരം കലങ്ങിയതൊന്നും അല്ലല്ലോ അവിടുത്തെ വിഷയം. പൂരം കലക്കുന്ന അവിടുത്തെ എല്ലാ പുരോഗമന ചിന്താഗതിക്കാരും അവിടെ പൂരവേദ മഹാസംഭവമായിട്ട് നടക്കുന്നുണ്ട്. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അവിടുത്തെ പൂരത്തിന് ആളിനെ കൂട്ടുന്നത് എന്തിനാണെന്ന് അവിടുത്തെ കച്ചവടക്കാർക്കും അവിടുത്തെ പരസ്യക്കാർക്കും അവിടുത്തെ തുണിക്കടക്കാർക്കും ആഭരണ കച്ചവടക്കാർക്കും ഒക്കെ അറിയാം തൃശ്ശൂരിൽ എന്താണ് പൂര സമയത്ത് നടക്കുന്നത്, ഈ കെട്ടുകാഴ്ച നടക്കുന്നത് എന്തിനാണെന്ന് അതിനകത്തൊരു ബിസിനസ് താല്പര്യമുണ്ട്. ആ ബിസിനസ് താല്പര്യത്തിലുള്ള ആളുകൾ പൂരം കലങ്ങി പൂരം എന്ന് പറയുന്നത് ഒരു വികാരമാണ് അവതരിപ്പിക്കാൻ ചെയ്യുന്നത്. ദാമോദർ പ്രസാദ് തൃശ്ശൂരുകാരനാണ്. നിലപാടാണോ തൃശ്ശൂർ പൂരം? തൃശ്ശൂർക്കാരുടെ തൃശ്ശൂർ പൂരം അത്ര വികാരമായിട്ട് സമീപിക്കേണ്ട കാര്യമൊന്നുമില്ല. സമീപിക്കേണ്ടുന്ന ഒരാഘോഷവും കേരളത്തിലില്ല. ഇപ്പൊ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ തന്നെ അതുകൊണ്ടാണല്ലോ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെയുള്ള പേരിപ്പോ മാറ്റി വിളിക്കുന്നത്. സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള അക്ഷരമൊക്കെ തെറ്റിച്ച് വിളിക്കുന്നതിന്റെ കാരണം ഇതുപോലുള്ള ചാണകങ്ങളെ പേറുന്നത് കൊണ്ടാണല്ലോ. ഇതുപോലുള്ള ചാണകങ്ങളെ പേറുന്നത് കൊണ്ടാണ് സാംസ്കാരിക തലസ്ഥാനം എന്ന് തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട. തൃശ്ശൂർ പൂരത്തിന്റെ ഓതന്റിസിറ്റി അതിന്റെ ക്രെഡിബിലിറ്റി അല്ല എന്റെ ചോദ്യം. പൂരം കലങ്ങി എന്ന സിപിഐയുടെ വാദമെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? കലങ്ങിയത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് നേട്ടമുണ്ടായത് എന്നാണ് സിപിഐ ആരോപിക്കുന്നത്. ആ കലങ്ങിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന പറയുന്ന മറ്റാരുമല്ല കെ സുനിൽകുമാർ സ്ഥാനാർത്ഥി. സുനിൽകുമാറിന് തീർച്ചയായിട്ടും സുനിൽകുമാർ വിജയിക്കും എന്നുള്ള ഒരു പോസ്റ്റായിരുന്നു. സുനിൽകുമാർ വിജയിച്ചില്ല. ഒരു സ്ഥാനാർത്ഥി അങ്ങനെയൊക്കെ പറയും. നമ്മൾ ആ ഒരു അർത്ഥത്തിൽ വികാര വിക്ഷോഭമായിട്ട് മാത്രം കണ്ടാൽ മതി. റിപ്പീറ്റഡ്ലി അയാൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊന്നും ഞാൻ ശരി യാതൊരു സംശയം വേണ്ട. അതൊരു കെട്ടുകാഴ്ച തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ അതൊരു കെട്ടുകാഴ്ച തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അതിന് വൈകാരികമായി സമീപിക്കുന്നത്. ശ്രീ ദാമോദർ പ്രസാദ്, നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം അങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ ഇല്ല എന്നാണ് ജയരാജ് ആരോപിക്കുന്നത്. ഇനി ഭരണവിരുദ്ധ വികാരം ഉണ്ടാവട്ടെ ഇല്ലാതാവട്ടെ, ഈ സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഇതൊരു മോശം സർക്കാരാണ്, ഇത് മോശം ഗവേണൻസ് ആണ് എന്ന് ജനങ്ങളുടെ ഒരു അതൃപ്തി ആയിരിക്കുമോ? അതല്ല മറ്റ് ചില കാരണങ്ങൾ, രാഷ്ട്രീയമായ കാരണങ്ങളാലുള്ള എതിർപ്പായിരിക്കുമോ? അല്ല, ആദ്യം ഈ കാര്യം പറയട്ടെ. ഇപ്പോൾ ഞാൻ തൃശ്ശൂർക്കാരനാണ്, ശരിയാണ്. തൃശ്ശൂർ പൂരം അവിടെ നടത്തുന്ന ജനങ്ങളെല്ലാവരും നടത്തുന്നിടത്ത് വളരെ മതമൈത്രിയോട് നടക്കുന്ന കാര്യം തൃശ്ശൂർ പൂരം ഒരു കെട്ടുകാഴ്ചയാണെന്ന് സി പി എമ്മിൻ്റെ വക്താക്കൾക്ക് എന്ത് വേണമെന്ന് വിളിച്ചാൽ അവരുടെ ഇഷ്ടം പോലെ അവർക്ക് പറയാം. അപ്പോൾ CPM എന്ന പാർട്ടി കേരളം തൃശ്ശൂർ വന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയണം. തൃശ്ശൂർ പൂരം കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ മതി. ആലങ്കോടിലെ CPI തോൽപ്പിക്കാൻ വേണ്ടി വീണ്ടും ഉപയോഗിക്കുന്ന തന്ത്രമായിട്ട് വേണമെങ്കിൽ കാണാം. കാരണം സുനിൽകുമാർ തോൽപ്പിക്കാൻ വേണ്ടി CPM ഉപയോഗിച്ച തന്ത്രം വീണ്ടും വേറൊരു ഉപയോഗിക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാവുക. CPI തൃശ്ശൂർ തോൽക്കണം, അതാണ് CPMന്റെ അജണ്ട. അതിനുവേണ്ടി വീണ്ടും പൂരത്തെ ഇടതുപക്ഷ വക്താക്കൾ ഉപയോഗിക്കണം. പറയട്ടെ, ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഒറ്റ സെക്കൻഡ്, ഒരേ ഒരു മറുപടി. കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അവിടെ കെട്ടുകാഴ്ച എന്തിനാണ് നടത്തുന്നത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ തെക്കൻ സൈഡിലൊക്കെ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ ഉത്സവത്തിനകത്ത് വരുന്ന വണ്ടിക്കുതിരകള്, ആന എഴുന്നള്ളത്തിനൊക്കെയാണ് കെട്ടുകാഴ്ച എന്ന് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. കെട്ടുകാഴ്ച ഒരു സെക്കൻഡ് കഴിഞ്ഞു. ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടെന്ന് അതിനകത്ത്. ഏത് ഫെസ്റ്റിവലിനാണ് നമ്മുടെ സമയം അപഹരിക്കല്ലേ? ഓക്കെ, എന്റെ വിഷയം അതായിരുന്നില്ല, പൂരം കലങ്ങിയില്ല. പൂരമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നുണ്ടല്ലോ. കാര്യം പൂരമായി ബന്ധപ്പെട്ട വിഷയം സുനിൽകുമാർ CPIയുടെ വക്താവ് നിലയ്ക്ക് ഉന്നയിച്ച വിഷയം ഇപ്പോഴോടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അജിത്ത് ജയരാജ് ഈ 1917 കാര്യം ഓർമ്മിപ്പിച്ച് നന്നായി. കാര്യം ലെനിനും റഷ്യയൊക്കെ ട്രോട്സ്കിയൊക്കെ പറഞ്ഞു, അതിനുശേഷം മിണ്ടിയില്ല. 21 ലെനിൻ മരിച്ചു, അതിനുശേഷം സ്റ്റാലിനെ അവരോധിച്ചു. 13 പോൾ ബ്യൂറോ അംഗങ്ങളെയാണ് തട്ടിക്കളഞ്ഞത്. പേര് പറയാം: സെനോവിവ്, കമനേവ്, കാൾ റേഡക്, ട്രോട്സ്കി, ബുക്കാറിൻ തുടങ്ങി 13 പേരെ തട്ടിക്കളഞ്ഞു. സൈബീരിയൻ നാടുകടത്തി. അതായത് അവിടെ കൂട്ടക്കൊല നടന്നു. ഉക്രൈനിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിട്ട് വൻ വ്യാപകമായി പട്ടിണി നടത്തി. ഹിറ്റ്ലർ തോറ്റത് ഈ സ്റ്റാലിൻ ഉണ്ടായിട്ടാണ്. ഹിറ്റ്ലർ തോറ്റത്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറയാൻ അവസരം പോലെ ഞാൻ പറഞ്ഞോട്ടെ. അത് സത്യകക്ഷി, അതൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ സാർ, ഞാൻ സംസാരിച്ചോട്ടെ. അതെ, അദ്ദേഹത്തിന് പറഞ്ഞ ഞാൻ വേണ്ടിയില്ല. ഇത് അദ്ദേഹത്തിന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. കാര്യം പറഞ്ഞുകൂടെ അസംബന്ധവും നുണയും വിഡിത്തമാണ് പറഞ്ഞത്. ചരിത്രം പറഞ്ഞല്ല പറയുന്നത്. അപ്പം അതിനുശേഷം ഉണ്ടാക്കിയ സഖ്യകക്ഷികൾ അവിടെ നടത്തിയ ഭാഗമായിട്ട് ഇതിൻ്റെ ഇടയിൽ റിബൺ ഡ്രോപ്പ് കരാറുണ്ട്, അതൊന്ന് പഠിച്ചു വയ്ക്കാം.
ഇവിടെ ആക്രമിക്കുന്ന ഹിറ്റ്ലറും സ്റ്റാലിനും ഒരു കരാർ ഏർപ്പെട്ടു. അതിൻ്റെ പുറത്താണ് CPM പോലും CPIM തർക്കണ്ടേ പോട്ടെ. ഇനി നമുക്ക് ഈ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെ ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞു മാത്രം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വാദവും അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദൻ ഉന്നയിച്ച വാദവും ജി സുവർണവച്ചം ജനങ്ങളുടെ മുമ്പാകെയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയില്ല എന്താണ് അവരെ ഒരു പക്ഷേ നമ്മുടെ ജയരാജ് ചിന്തിക്കുന്ന പോലെ ആയിരിക്കും ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടും. പക്ഷേ എന്തായാലും അവർ വാദം ഉന്നയിച്ചു. എൻ്റെ പോയിൻ്റ് അതല്ല. ഇത്തരം വാദം ഉന്നയിക്കാൻ അവരെ സമയം പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുമ്പോഴും ഇത്തരം ആസനഘട്ടത്തിൽ ഇത്രയും ദീർഘകാല പാരമ്പര്യമുള്ള ആൾക്കാർ ഉന്നയിക്കുന്നു. ഇതുപോലെ നമുക്കറിയാം ടെലിവിഷൻ വക്താക്കളെ വന്ന ഒരാൾ BJP പോയത്, മറ്റൊരാൾ RSPയിലേക്ക് പോയി. നമുക്കറിയാം ഇവരുടെ ഭാവി എന്താണ് നമുക്ക് തന്നെ അറിയില്ല സംബന്ധിച്ചോളം. അപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ലോസ് CPM സംബന്ധിച്ചുള്ള ഈ നേതാക്കൾ പോകുന്നതിന് ഭാഗമായിട്ടുണ്ട്. ഇന്ന് വാദിക്കുന്നവർ നാളെ എവിടെയും നിൽക്കും നമുക്ക് അറിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രെഡിബിലിറ്റി ലോസ് എന്ന് സംഭവിച്ചോളം വലിയ പ്രധാനപ്പെട്ട കാര്യം. ആ ക്രെഡിബിലിറ്റി ലോസ് എന്തുകൊണ്ട് ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM അകത്ത് ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന പ്രശ്നം ഇന്നലെ ഈ ഗോവിന്ദൻ ആ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിക്കകത്ത് നടന്ന നിരവധി ചർച്ചകൾ ഈ കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ട്, എന്നിട്ട് അതിനെ മറികടന്നിട്ടാണ് തീരുമാനമുണ്ടായെന്ന് ഗോവിന്ദൻ പരിപൂർണ്ണം വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിരാകരിക്കാൻ പറ്റും. എന്താ നിരാകരിക്കാൻ പറ്റാത്ത ലോകത്തെ കാര്യം മിനിറ്റ്സ് ഒന്നും പരിശോധിക്കാമല്ലോ. അത് RTI വെച്ച് കിട്ടുന്ന മിനിറ്റ്സ് അല്ലോ. അപ്പോൾ നിരാകരിക്കാനൊക്കെ പക്ഷേ അതിൻ്റെ അകത്തൊരു സീനിയർ നേതാവ് വന്ന് പറയുന്ന കാര്യം നമുക്ക് അതും കൂടി കേൾക്കാതിരിക്കാൻ പറ്റില്ല. നിരാകരിക്കപ്പെട്ടേക്കാം. അതുപോലെ കുഞ്ഞികൃഷ്ണൻ പറയുന്ന കാര്യം, അത് കുഞ്ഞികൃഷ്ണൻ ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞ കാര്യം. നേരിട്ട് അപ്പുറത്ത് ഇടതുപക്ഷ ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടുത്തെ ആ കണക്കിൽ വെട്ടിപ്പ് വിശദീകരിച്ച് ഓഡിറ്റർക്ക് പരിശോധിക്കാൻ പറ്റാത്ത അതിൻ്റെ തട്ടി വിശദീകരിച്ചത് എന്തായാലും ജനങ്ങളുടെ മുമ്പാകേണ്ട എങ്ങനെ സ്വീകരിക്കും നമുക്കറിയാം. എങ്ങനെ സ്വീകരിക്കും നമുക്ക് നോക്കാം. അത് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് കൺക്ലൂസീവായ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റില്ല. കാര്യം എങ്ങനെയാണ് അത് ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെ ഉൾക്കൊള്ളുക. പക്ഷേ അത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിന് മുമ്പാകേണ്ട കാര്യം അവിടെ സംബന്ധിച്ചോളം ഇടതുപക്ഷ രാഷ്ട്രീയം CPM ഉന്നയിക്കുന്ന രാഷ്ട്രീയം സംബന്ധിച്ചോളം അതൊരു വലിയൊരു പ്രതിച്ഛായ നഷ്ടം CPM സംബന്ധിച്ചോളം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാര്യം ഇവരൊക്കെ സീനിയർ നേതാക്കളാണ്, ചെറിയ താഴെത്തട്ട നേതാക്കളല്ല. ഇപ്പോൾ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ജി സുധാകരൻ ഒരു കേരളത്തിൽ പ്രതിച്ഛായ ഉണ്ട്, അത് കാണാതിരിക്കാൻ പറ്റില്ല. ആ പ്രതിച്ഛായയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്നല്ല. പക്ഷേ അവിടെ ഉണ്ട് കാര്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ മത്സരിക്കാൻ പോണ ഇസ്ലാം എന്ന് പറയുന്ന യുവ നേതാവിനേക്കാളും ഒരുപക്ഷെ പ്രതിച്ഛായയിൽ സുധാകരനൊരു കേരളത്തിലൊരു ഓൾ കേരള സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പിൾ എഫക്റ്റ് ഏതൊക്കെ മണ്ഡലങ്ങൾ ഉണ്ടാവും എന്ന് പറയും. അമ്പലപ്പുഴ മാത്രമാണ്, അത് മറ്റു സ്ഥലങ്ങൾ ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റില്ല. ശ്രീ റോണി കെ ബേബി, നേരത്തെ സതീശൻ പറഞ്ഞ വിസ്മയങ്ങൾ, അത് ഈ പാർട്ടി കൂറുമാറി വരുന്ന അതൊക്കെ നിൽക്കട്ടെ. അതുവരെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിൽ ഉയർന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾ, പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. അതിപ്പോൾ എയറിലുണ്ടോ? അതെല്ലാം അസ്തമിച്ചോ? ഇപ്പോഴെന്താണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അജണ്ട എന്താണെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യാൻ നിങ്ങളാരും, നേതാക്കളാരും ഇവിടെ ഇല്ല, എല്ലാവരും ഡൽഹിയിലാണ്. ഇനി ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമയം പോലും ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു പണിയാണ് തന്നിട്ടുള്ളത്. ഈ നാളെ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം തിരിച്ചു വരും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അജണ്ടയെ കുറിച്ച് ചോദിച്ചപ്പോൾ, തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ഊന്നിയുള്ളതല്ല. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾ, പ്രധാനമായിട്ടും കഴിഞ്ഞ 5 വർഷം, അതിന്റെ ഒരു തുടർച്ച, അത് കൃത്യമായി തന്നെ ഓരോ വിഷയങ്ങളിലും ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയരാജ് അതൊക്കെ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അതിന്റെ പൊള്ളത്തരങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി ഓരോ വിഷയങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? 250 കോടി രൂപയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം ഇവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. 100 കോടി രൂപ PRD ഡിപ്പാർട്ട്മെന്റിന്റെ, 150 കോടി രൂപ കിഫ്ബിയുടെ. 8% പലിശക്ക് എടുത്തുകൊണ്ടാന്ന് ഓർക്കണം. കിഫ്ബി ഈ പറയുന്ന നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ പറയുന്ന മുഴുവൻ പരസ്യം. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ പരസ്യത്തിൽ ഒന്നും ഈ നാട്ടിലെ ജനങ്ങൾ വീഴാൻ പോകുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് MM മണി ആശാൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞാൻ ഏതൊക്കെയാണ് ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇന്ന് 2000 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുത്തു. അതിന്റെ ഒരു ഇതുപോലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, കാരണം അതൊക്കെ കിട്ടു. നിങ്ങൾ എത്രമാത്രം ഇവിടെ ഇനിയും പ്രഖ്യാപനങ്ങൾ നടത്തിയാലും, എത്രമാത്രം ജനങ്ങൾക്ക് നിങ്ങൾ വാരിക്കോരി ഈ അവസാന തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ കൊടുത്താലും ജനങ്ങൾ അത്രമാത്രം സംഖ്യ കിട്ടും. ഇവിടെ ഞങ്ങൾ കൃത്യമായി കഴിഞ്ഞ 5 വർഷം ഞങ്ങളുടെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിസ്മയങ്ങളായി ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? CPM ഒരു ഇടതുപക്ഷ പാർട്ടിയല്ല, CPM ഒരു വലതുപക്ഷ പാർട്ടിയായി. ഇവിടെ ജയരാജൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്റ്റാലിന്റെ ഒക്കെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഇവിടെ ഒരു ചർച്ചയാക്കാൻ വേണ്ടി സാധിച്ചു. സ്റ്റാലിന് ശേഷം വന്ന നികിത ക്രൂഷ്ചേവ് അദ്ദേഹം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഓൺ ദ കൾട്ട് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. അതിനെന്താ കൃത്യമായി പറഞ്ഞത്? അത് തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നികിത ക്രൂഷ്ചേവ് സ്റ്റാലിന്റെ ഭരണത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ പറയുന്ന TK ഗോവിന്ദനും ഈ ഉണ്ണികൃഷ്ണനും അല്ലെങ്കിൽ G സുധാകരനും അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താ? ഇന്ന് കമ്മ്യൂണിസം നഷ്ടപ്പെട്ടു പോയി ഒരു പിണറായിസമായി മാറിയ പാർട്ടിയാണ്. ശരി, അങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ പറയാനുള്ള നേതാക്കൾ എവിടെ? അവർ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി എപ്പോൾ കേരളത്തിൽ വരും? കേരളത്തിൽ എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങും? ഒരു റൗണ്ട് പ്രചാരണം LDF സ്ഥാനാർത്ഥികൾ പൂർത്തിയാക്കി കഴിയുമ്പോഴെങ്കിലും
ഇവർക്ക് പ്രചാരണം തുടങ്ങാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ കോൺഗ്രസിനോട് മുമ്പിൽ മീഡിയ വൺ ചാനൽ ഇപ്പോൾ ഞങ്ങൾ പുതിയ യാത്രയെ കണ്ടു. ഞങ്ങൾക്ക് നിലനിൽക്കുകയാണ്. ശരി, നന്ദി ശ്രീ റോണി, ശ്രീ ജയരാജ്, ശ്രീ ദാമോദർ പ്രസാദ് ഇത്രയും സംസാരിച്ചവരാണ്.